എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര, ഇവർ വെച്ച ഒരു കോൺഗ്രസ് ഉണ്ടാക്കിയ 75 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചരിത്രം മുസ്ലിങ്ങളെ സംരക്ഷിക്കാന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രസ്താവന കണ്ടു, മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ കോൺഗ്രസ് വേണം. കോൺഗ്രസ് എവിടെയാ മുസ്ലിങ്ങളെ സംരക്ഷിച്ച്? ഈ പറയുന്ന കേരളം പറഞ്ഞു തന്നത്. മുഹമ്മദ് അലി ജിന്ന എന്തുകൊണ്ട് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആയില്ല മുസ്ലിങ്ങളെ സംരക്ഷിച്ചതുകൊണ്ട്? അപ്പൊ ഇതുമാതിരി വർഗീയത മുസ്ലിങ്ങൾ കുത്തിവെച്ച് അത് ഒന്നായിട്ടായിട്ട് നമ്മളെയൊക്കെ ജീവന് വരെ ഭീഷണിയാണ്. അപ്പൊ പക്ഷെ അത് പറയാണ്ടിരിക്കില്ല. കാരണം ഇന്ത്യ മഹാരാജ്യം, ഭാരതത്തിന്റെ സംസ്കാരം കൊണ്ടുപോണ ഒരു പ്രധാനമന്ത്രി തന്നെ ഭാരതത്തിനുണ്ട്. ആ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതിനൊക്കെ അടിച്ചമർത്താൻ ശക്തി ഉണ്ടാവും തന്നെയാ വിശ്വസിക്കുന്നതും. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണും. അങ്ങനെ ഒരു ഫാസിസത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ്, അതും സ്ത്രീ ഒരു ദീദി പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടുക്കും അവരെ മഹിമ, പ്രത്യേകിച്ചും കേരളത്തില് അവിടെ നിന്നുള്ള കുറച്ച് MP-മാരൊക്കെ പാർലമെന്റിന്റെ അകത്ത് വന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണില്ലേ? സ്ത്രീകളുടെ സാന്നിധ്യമാണല്ലോ അവർക്ക് കൂടുതലുള്ളത്. ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇതിന് നമ്മൾ എന്താ പേര് വിളിക്കേണ്ടെന്ന് പോലും അറിയാണ്ട് പകച്ചു നിൽക്കുകയാണ് ബാക്കി രാജ്യത്തെ ബാക്കി ജനങ്ങളെ. പിന്നെ ഒരു കാര്യം, പിന്നെ ഇവര് ഈ ഇത്രയും കാണിക്കുമ്പോ എനിക്ക് ചോദിക്കാൻ, IAS-കാരനായ ഒരു ഗവർണർ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ചും കൂടി നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ജിയൊക്കെ പോലെ കുറച്ചും കൂടി ബിഹേവ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നമ്മളൊരു പ്രതിനിധി അവിടെ ഉണ്ടല്ലോ. സമാധാനം കിട്ടാത്തോടത്ത് ഇപ്പൊ യോഗി ആദിത്യനാഥ് ജി മനയാന്ന് ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ വീട് റേപ്പ് ചെയ്ത 10 വയസ്സുകാരിനെ റേപ്പ് ചെയ്ത വീട് തന്നെ ഇല്ലാതാക്കുക. ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറച്ച് തുടച്ച് നീക്കൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടം അത്. കാരണം ആക്രമികളും ഫാസിസവും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മോദിക്ക് ഒരു ഭാരതം കിട്ടിയതിന്റെ ആ ഒരു രോഷം കൂടി തീർക്കുന്ന ഇതുപോലെയുള്ള പാവ സ്ത്രീകളുടെ ഇടയിലാണ്. കാരണം സ്ത്രീകൾ നാരീശക്തിനെ ഉയർത്തിപ്പിടിക്കുന്ന മോദിജിക്ക് തിരിച്ച് അവര് പിന്നെ നാരീശക്തി ഇവിടെ ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇത്. കാരണം ഈ ബേട്ടി പഠാവോ ബേട്ടി ബചാവോ എന്ന് പറയുമ്പോ ഇവരെ ഇല്ലാതാക്കുക. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്തിട്ടില്ല, അവസാനം എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ പേരിലും മോദിന്റെ പേരിലും കൊണ്ടിടുക, എല്ലാം വന്ന് അതാണ് തെരഞ്ഞു നോക്കി ആക്രമിക്കപ്പെടുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ ആള് സംസാരിച്ച പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോ സെലക്ട് ചെയ്യുമ്പോ അത് ജാതി നോക്കിയിട്ട് പെണ്ണിനെയും കുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് റേപ്പ് ചെയ്യുക. നമ്മളാൾക്കാര് സുരക്ഷിതരാവണം, മറ്റവരിത് ഉണ്ടാക്കണം പറഞ്ഞിട്ട് നന്ദിയിലും ഗുജറാത്തിലും സംഭവിച്ച പോലെ, മാറാടും സംഭവിച്ച പോലെ ശരിക്കും എന്താ പറയാ ഒരു രാഷ്ട്രീയ കമ്മ്യൂണൽ റൈറ്റ്സ് ഈ ഇലക്ഷന് മുമ്പായ മോദിജി 400 സീറ്റ് പിടിക്കുമ്പോ അത് 200ലേക്ക് തരം താഴ്ത്താനുള്ള ക്യാമ്പയിനിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ. കാരണം അത് കറക്റ്റ് വരും. കാരണം പ്രൊവോക്ക് ചെയ്ത് ഏതൊരു മനുഷ്യനെ വിട്ടാലും അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യണവരെ പേരിലായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ അടുത്ത് കണ്ടതാണല്ലോ ഹരിയാനയില്, ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, നമ്മളെ ബോർഡറിൽ തന്നെ ഡൽഹിയിൽ നടന്ന ഒരു മസ്ജിദിന്റെ നേരെ ഉണ്ടായ ആക്രമണം. എന്തായിരുന്നു അത്? ഒരു വെറുതെ ജയ് ശ്രീരാം വിളിച്ചു പോണവരെ മേലെ കല്ലെടുത്തെറിയും, പ്രശ്നങ്ങൾ ഉണ്ടായും, തീ വലിച്ചെറിയും, പന്തം വലിച്ചെറിയും ഒക്കെ ചെയ്ത സ്ഥലത്ത് അവസാനം ഹിന്ദുക്കൾ നോക്കിയിരിക്കും. അത് ആരും ഉപദ്രവിക്കാൻ വന്നാൽ ആരും നോക്കിയിരിക്കില്ല. അപ്പൊ ഇവരുടെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇപ്പൊ എന്നെ ഇവിടെ വർഗീയവാദി എന്ന് വന്ന് വിളിക്കും, ഞാൻ ദേശീയവാദിയാ, വർഗീയവാദിയല്ല. ആര് ചെയ്താലും തെറ്റാ. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ ഇതുപോലുള്ള തെറ്റുകള് ചെയ്തിട്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് ഒരു മനുഷ്യനെപ്പോ അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് അത് നോക്കിയിരിക്കുന്നത്. കാരണം മമതന്റെ ഗവൺമെന്റിന് അവിടുന്ന് MP-മാരെ ഉണ്ടാക്കണം. പിന്നെ NDA സഖ്യത്തിലെ ഏറ്റവും വലിയ അവരെന്താ മിണ്ടാത്തെ? ഇതിന്റെ സഖ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഈ പാർട്ടീന്റെ ആൾക്കാരെന്താ മിണ്ടാത്ത ആരും? ഇതാണോ ഭാരതത്തിന് അവര് കാഴ്ചവെക്കാൻ പോണ ഈ ഇലക്ഷൻ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഇതിന് ഏറ്റവും അധികം ചൂട്ടുപിടിക്കുന്ന കേരളമാണെന്ന് ഞാൻ പറയും. ജേർണലിസ്റ്റിനെ, ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിന്റെ മേലെ കാക്ക അപ്പിട്ടാ പോലും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗവൺമെന്റ് മോദിയാണ് ഇതൊക്കെ ചെയ്യണത് പറയണേ. കേരളത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജനൻ TV, ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ന്യൂസ് പോലും പിന്നെ ഒരു ഇംഗ്ലീഷിലല്ലാതെ ഒരു സാധനം സോഷ്യൽ മീഡിയ ചെയ്താല്
നിങ്ങൾ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം കാണില്ല ഈ ന്യൂസ്. അതാണ് ഭയങ്കര അതിശയാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല മലയാളത്തിൽ ഒരു സാധനം ഇതിനെതിരെയായിട്ട്. കാരണം ഇത് നടക്കണം. അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കിയാല് അധികാരത്തിന്റെ പേരിൽ അവരിരുന്ന് ആധാറും പിന്നെ വോട്ടേഴ്സ് ഐ ഡിയും ഒന്നും ഇല്ലാത്ത എത്രയോ അനധികൃതമായിട്ട് ഉള്ള ആൾക്കാർ കുടിയേറി പാർത്തിട്ടുള്ള ആ ബോർഡറാണ് അത്. ആ ബോർഡറിലുള്ള ആൾക്കാരെ മുഴുവനും അക്കോമഡേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഭാരതത്തിൽ ഈ ഒരു 1.5 മാസം കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ, വേറെ ഒന്നുമല്ല. അതിൽ ഇരയാക്കിപ്പെടുന്നത് ഞാൻ എപ്പോ പറയുമ്പോൾ മാൻമെയ്ഡ് കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസിലല്ല എപ്പോഴും ഇരയാക്കപ്പെടുന്ന പെണ്ണുങ്ങളും കുട്ടികളാണ്. അത് ഇവരുടെ ഒരു വലിയ ആ ഒരു ടാർജറ്റാണത്. ആ ടാർജറ്റിനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഇതിന്റെ മേലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ഷൻ വരണം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രാഗാജി പറഞ്ഞ പോലെ ഒരു പ്രസിഡൻഷ്യൽ ഭരണം തന്നെ ഈ സമയം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് പടർന്ന് പന്തലിക്കും. ഇതിനാരും മിണ്ടില്ല. വേറൊരാള് സൗത്ത് ഇന്ത്യ ഒരിക്കലും ഇതിനു വേണ്ടി സംസാരിക്കില്ല. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമായിട്ട് ഒരാളും മെഴുകുതിരി കത്തിച്ചിട്ടില്ല. ഒരു പെണ്ണിന്റെ മാനത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു കവികളില്ല, എഴുത്തുകാരില്ല, ഒന്നുമില്ല അല്ലെ. എല്ലാരും ഇപ്പം മൗനം. അതാരെയല്ല. അപ്പൊ അത് കാരണം അത് നിങ്ങൾ വേറെ ഒരു മുസ്ലിം സ്ത്രീന്റെയോ കുട്ടീന്റെയോ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്രത്യേക അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഈ കുപ്പായം മാറ്റി അണിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മുസ്ലിമിന്റെ പേരും ഹിന്ദു പേരും, അപ്പൊ ഇവർക്കെല്ലാം ഉള്ള ഒരു കേരളത്തിലുള്ള ഒരു വലിയ ഇതാണ്. മുസ്ലിം പിന്നെ MP-യോ MLA-ക്കോ പള്ളിയിൽ ഇതിന് പോവാ. ഇപ്പൊ നമ്മൾ കണ്ട ഗണപതിന്റെ കഥ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം കാര്യത്തില് ഹിന്ദു എന്നുള്ള ഒരു പേരിനോട് ഞാനൊക്കെ എത്ര പ്രതികരിക്കാൻ കാരണം ഇത് തന്നെയാണ്. ഹിന്ദു എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര, ഇവര് വെച്ച ഒരു കോൺഗ്രസ് ഉണ്ടാക്കിയ 75 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചരിത്രം മുസ്ലിങ്ങളെ സംരക്ഷിക്കാന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രസ്താവന കണ്ടു, മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ കോൺഗ്രസ് വേണം. കോൺഗ്രസ് എവിടെയാ മുസ്ലിങ്ങളെ? ഈ RSS എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് പാർട്ടിയല്ല. അതിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട് ഞാൻ കണ്ട RSS-ൽ. അവർക്കൊരു ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. അവർക്ക് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ബോധം മാത്രമേ ഞാൻ കണ്ട വലിയ വലിയ RSS-കാരിലുള്ളൂ. ഇവർ ഈ പറഞ്ഞുണ്ടാക്കണതോ അതിൽ എല്ലാവർക്കും വന്ന് ചേരാം. അപ്പൊ നമ്മൾ പോയാലും ചേരാൻ പറ്റും. അപ്പൊ RSS അജണ്ട, RSS-നെതിരെയാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഞാൻ അടക്കുന്ന ഹിന്ദുക്കളെയാണ് അവർ ഉന്മൂലനം ചെയ്യുന്നു പറയുന്നത്. വേറെ എവിടുന്നോ വന്ന ഒരു മതം ഇവിടെ വന്ന് ഈ സനാതന ധർമ്മം ആക്സെപ്റ്റ് ചെയ്ത ഇത്രയും ആയിരക്കണക്കിന് ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഉള്ള ഒരു മതമായോണ്ടാണ്. മതമല്ല, ഒരു ഉന്മൂലനം ചെയ്യലിന്റെ പിന്നെ ആദ്യ പടി എന്ന നിലയിലാണല്ലോ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. സന്ദേശ് കാലിയിലേതുപോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെയൊക്കെ ആദ്യപടിയായിട്ട് കാണണം. കാരണം 2047 ഇവരുടെ ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ആണെങ്കിലും ആരാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് വെറും ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ല. അവര് വിത്തിടും. ആ വിത്ത് കിളർത്തിട്ട് അതിനെ പിന്നെ ഒപ്പോസ് ചെയ്യുമ്പോൾ അത് ഒന്നായിട്ട് കമ്മ്യൂണൽ റൈറ്റ് ആയി മാറും. 24 ഇലക്ഷൻ ഇപ്പൊ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നായിട്ട് പ്രശ്നമാക്കൂ. പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാണ് നമ്മളെ പോലുള്ളവർക്ക്. കാരണം എല്ലാം ചെയ്ത് എല്ലാം RSS BJP എന്നുള്ള പേരിലിടാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയല്ല, RSS-നെതിരെയാണ്. എന്താ പറഞ്ഞാൽ അർത്ഥം? ഹിന്ദുത്വനെ അപ്രൂവ് ചെയ്യുന്ന RSS-നെതിരെയാണോ? RSS-ൽ ഹിന്ദുക്കൾ മാത്രമാണോ ഉള്ളത്? ഭാരതത്തിന്റെ സംസ്കാരമല്ലേ ഹിന്ദുത്വം പറയുന്നത്? അപ്പൊ ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്ത് ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന്, അങ്ങനത്തെ ഒരു വർഗീയത, സെക്യുലറിസം, എന്ത് സെക്യുലറിസം അവരെ എഴുതി വെച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ? അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാണോ? പോലീസ് കേസ് എടുക്കൂല. പെണ്ണുങ്ങളിപ്പോ വെസ്റ്റ് ബംഗാളിലുള്ള കേസിനെ പറ്റി പറഞ്ഞു. പെണ്ണുങ്ങള് എത്ര കേസുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വന്നപ്പോ വീട് തീയിട്ട ഒരു മനുഷ്യന്റെ കേസ് ഇന്ന് വരെ അന്വേഷണം പൂർത്തിയായില്ല. പിന്നെ അതിന്റെ പ്രതിനെ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. SP ആയിട്ട് ഞാൻ സംസാരിച്ച് SP പോലും നിസ്സഹായനായിട്ട് കൈ മലർത്തുന്നത്. വീട് തീയിട്ടേന്. പിന്നെ ഭർത്താവ് പെണ്ണ് കെട്ടി പോയി, അപ്പൊ ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കേസും ഇവരെ വീട് അവര് വിൽക്കാൻ പോണ കേസും പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ ഇത് ഞങ്ങളെ കേസല്ല, അയാൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് അത് വിട്ട്, ഇങ്ങനെ ഓരോ കേസ്, ഏതൊരു കേസ് അത് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ വരുന്നത്. അതേ സാധനം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നടത്തുന്നത്. അതിന്റെ വേറൊരു പകർപ്പ്. അപ്പൊ കേരളത്തിലെ പിന്നെ കമ്മ്യൂണിസ്റ്റിനും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനും എഴുത്തുകാരും എല്ലാം
ഞാനതാ ജീവിതത്തിൽ ഞാൻ ആകെ പഠിച്ച ഒരു കാര്യം അറിയാതെ പോയത്. എല്ലാ എഴുത്തുകാരും ഇങ്ങനെ മനുഷ്യനും രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവരുമാണല്ലോ, വിദേശ മതങ്ങളോട്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇവരെയൊക്കെ കൂടുതൽ മനസ്സിലായി. എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവങ്ങളെ പോലെ സങ്കല്പിക്കുന്നതായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഒരേ ഒരു അജണ്ടയാണ്. എങ്ങനെ ഈ ഭാരത സംസ്കാരം ഒക്കെ മിത്ത്, സ്റ്റോറി, എല്ലാ സ്റ്റോറി തന്നെയാ. സ്റ്റോറിയാണോ നോക്കിയാ നമ്മളൊക്കെ ഉണ്ടായാലും സ്റ്റോറി, 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളും സ്റ്റോറി ആവും അല്ലെ? അപ്പൊ ഇവരൊക്കെ എന്താ ഈ സ്റ്റോറി ഉദ്ദേശിക്കുന്നത്? വിശ്വാസം ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ സ്വയം വിശ്വസിക്കുകയാണെങ്കിലും ഇത് ചെയ്യൂല. ഞാനൊരു യുക്തിവാദിനെ കുറ്റം പറയില്ല, കാരണം അവനിലെ വിശ്വാസമുണ്ട്. അവന്റെ മനസ്സിലൊരു ദൈവത്തിനെ അവൻ ആരാധിക്കുന്നു. അവൻ തന്നെ ദൈവമാവുന്ന അവസ്ഥയാണത്. അതുകൊണ്ട് നമുക്കത് പറയും. ഇത് പക്ഷെ അങ്ങനെയല്ല. ദൈവം ഇല്ലാന്ന് കുറ്റവും പറയും. ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് ദൈവം പറഞ്ഞിട്ട് കൊല്ലണവരെയും ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വിളക്ക് കത്തിച്ചോ, ആരെങ്കിലും ചരട് കെട്ടിയോ, ആരെങ്കിലും പൂ വെച്ചോ, ആരെയും പൊട്ട് തൊട്ടോ, ഇതെല്ലാം ഇന്ത്യന്റെ സംസ്കാരത്തിലുള്ളതാണ്. സൗദി അറേബ്യയിൽ പോയാൽ പറഞ്ഞിടണ്ടേ ഹിന്ദു പെണ്ണുങ്ങളും? അതെന്താ അവിടെ പോയി ചെയ്യണം? അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ കയറുമ്പോൾ പൊട്ട് തൊടും. അല്ല, അവിടെ ഉപനിഷത്ത് പഠിപ്പിക്കുന്നതിലും ഒരു കുഴപ്പമില്ല സൗദി അറേബ്യയിൽ. എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, സുഗമമായി പോകുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോഴാണ് എല്ലാം